എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ മെറിറ്റ് കോട്ട തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം നാളെ മുതൽ, അതായത് ഈ ഒരു ജൂൺ 19 മുതൽ 21 തീയതി വരെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിലും അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു നിശ്ചിത ദിവസത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് വെബ്സൈറ്റിൽ നിലവിൽ വന്നിട്ടില്ല. അതുപോലെ മെറിറ്റ് കോട്ടയുടെയും വന്നിട്ടില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാകും. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു വരയിട്ടിട്ട് സ്പോർട്സ് എന്ന് നൽകിയിട്ടുണ്ടാകും. മെറിറ്റ് കോട്ടയിലാണെങ്കിൽ അത് SWS എന്ന് പറഞ്ഞിട്ട് ലിങ്ക് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ വന്നിട്ടില്ല. അപ്പോൾ മെറിറ്റ് കോട്ടയുടേതാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നും സ്പോർട്സ് കോട്ടയുടേതാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളത് ഈ ഒരു ഭാഗത്തും SWS എന്നുള്ളത് ഈ ഒരു ഭാഗത്തുമാണ് വരിക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് റിസൾട്ടാണ്, അത് സ്പോർട്സ് കോട്ടയുടേതാണ് റിസൾട്ട് അറിയേണ്ടതെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ നമ്പർ, സ്പോർട്സിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്വേഡും അതുപോലെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സ്പോർട്സിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്നും, അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ആ ഒരു പേജിൽ ലിങ്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ അഡ്മിഷൻ എടുക്കുമെന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്താൽ മറ്റേത് ക്യാൻസൽ ആവുകയും പിന്നീട് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. അപ്പോൾ നിങ്ങൾക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് ആ ഒരു തീരുമാനത്തിലെടുക്കുക. ഏത് കോഴ്സാണ് എടുക്കുക എന്നുള്ള കാര്യം, നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം, അതായത് +2-ന് ശേഷം എന്താണ് ചെയ്യാൻ താല്പര്യം, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ഏതിലാണ് കിട്ടിയത്, അത് സ്പോർട്സിലാണോ അല്ലെങ്കിൽ മെറിറ്റിലാണോ അല്ലെങ്കിൽ VHSCയിലാണോ കിട്ടിയത്, എവിടെയാണ് കിട്ടിയത്, ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ സ്പോർട്സിലോ മെറിറ്റിലോ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതും മാത്രമല്ല, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷനാണ്. അതുപോലെ സ്പോർട്സ് കോട്ടയുടെ ലാസ്റ്റ് അലോട്ട്മെൻറ്റാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഏതൊരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഇനി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.